ഉണ്ട്. അൻവർ ഈ വാർത്താസമ്മേളനങ്ങളുടെ പരമ്പര തുടങ്ങുന്ന സമയം മുതൽ അൻവറിന് പിന്നിൽ സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള ചില നേതാക്കളുണ്ട് എന്നുള്ളൊരു ആക്ഷേപം വന്നുപോലെ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വാർത്താസമ്മേളനത്തിൽ അങ്ങനെ ചിലരുടെ പ്രേരണയിലാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ബലത്തിലാണ് ഞാനിതിന് ഇറങ്ങി പുറപ്പെട്ടത്. അത് സാധാരണ പ്രവർത്തകരല്ല, വലിയ നേതാക്കൾ തന്നെയാണ് എന്ന് അൻവർ പറഞ്ഞു. അൻവർ ഈ പറയുന്നത് വസ്തുതാപരമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. നമുക്കതിനൊക്കെ യാതൊരു ഉറപ്പുമില്ല, നമുക്കറിയില്ല, ആരുടെയും പേര് അൻവർ പറഞ്ഞിട്ടില്ല. അൻവറിൻ്റെ ക്ലെയിം മാത്രമാണ് നമുക്കും ഇൻഡിപെൻഡൻ്റായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതൊരു സാധ്യതയായിട്ട് അവിടെ ഉണ്ടോ? തീർച്ചയായും എനിക്ക് തോന്നുന്നത് വളരെ ശക്തമായൊരു സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള. കാരണം സി പി എമ്മിൻ്റെ അകത്ത് ആ പാർട്ടിയിൽ നിന്ന് ചോദ്യം ചെയ്യാൻ സാധ്യത ഇല്ലാതിരിക്കുന്നൊരവസ്ഥയിലാണ് അൻവർ എന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. അദ്ദേഹം പാർട്ടി മെമ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഇൻഡിപെൻഡൻ്റായിട്ട് ചോദ്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. തീർച്ചയായും ആ പറയുന്നൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് ആ പറഞ്ഞ കാര്യത്തിൽ സി പി എമ്മിലെ നേതാക്കളുടെ പിന്തുണ ഉണ്ടായിരുന്നു. തൻ്റെ പിന്തുണ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിസ്റ്റൻറ്റ്, വളരെ അകന്ന രീതിയിലുള്ളൊരു പിന്തുണയായിരിക്കാം, അല്ലാതെ അൻവറിനോട് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പിന്തുണയാവണമെന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതൊരു വേറൊരു കാര്യം പറഞ്ഞത്, അദ്ദേഹം ഉന്നയിക്കുന്നത് ശശി വരെയാണ് അത് ഞാൻ ഉന്നയിച്ചത്. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് പിണറായി വിജയന് ഇതിലൊന്നും പങ്കില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും കോൺട്രഡിക്ടറിയാണ്. അപ്പോൾ പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തിട്ടാണല്ലോ ഇതൊക്കെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായി എന്ന് പറയുന്ന വിഭാഗീയത ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഉണ്ടാവുന്നത്. അത് പിണറായി വിജയനെ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ആരെ മാറ്റാനാണ്? അജിത് കുമാറിനെ മാറ്റാനോ അല്ലെങ്കിൽ ശശിയെ മാറ്റാനോ വേണ്ടി മാത്രമായിട്ടാണ് ഉണ്ടായതെന്ന് ആ പറയുന്ന കാര്യം. അതായത് അദ്ദേഹം പിണറായി വിജയനെ ഇതിലൊന്നും പങ്കുണ്ടായിരുന്നു എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, എന്നെ തള്ളിക്കളഞ്ഞപ്പോഴാണ്, അവജ്ഞയോട് തള്ളുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പിണറായി വിജയനും ഇതിൻ്റെ ഭാഗമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്ന് പറയുന്നത് അവാസ്തവമാണ്. മറ്റു കാര്യം, അതായത് നമുക്ക് ഒരു സേഫ് അസംഷൻ എന്ന് പറയാവുന്നത് സി പി എമ്മിനുണ്ടായിരുന്ന, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന ചില ഉപദേശങ്ങളുടെയോ നിർദ്ദേശങ്ങളുടെയോ ബേസിലായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു തുറന്ന പറച്ചിൽ തയ്യാറായത്. അത് പിണറായിയെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വാപനത്തല്ലേ. അപ്പോൾ ഈ ADGP അജിത് കുമാറിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് വേണമല്ലോ, അപ്പോൾ വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിൽ തന്നെ ഉള്ള ചില ആളുകളുടെ ഒരു ഫലത്തിൻ്റെ പിന്നിലാണ് അൻവർ ഇറങ്ങി തിരച്ചതെന്നും പിന്നീട് അവർ ഫോൺ എടുക്കാതായി എന്ന് പറഞ്ഞതിൽ വാസ്തവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് മനസ്സിലായതുകൂടി അവർ പിന്നാക്കം വന്നിട്ടുണ്ടാകും. പക്ഷെ അവർക്കും പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അൻവറിനെ പോലുള്ള ഒരു വ്യക്തിയെ കൃത്യമായൊരു രാഷ്ട്രീയ ധാരണകളൊന്നുമില്ലാതെ വെറും ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഇറങ്ങി പുറപ്പെട്ട ചില വ്യക്തികളെ വെച്ചുകൊണ്ട് ഒരു കളി കളിക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ സൂയിസൈഡിന് തുല്യമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അത് എങ്ങനെയാണല്ലോ മനസ്സിലാവുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് അൻവറിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അൻവറിൻ്റെ ഗതി തന്നെ ആവും നിങ്ങൾക്ക് വരാനുള്ളത് എന്ന് കൃത്യമായ ധാരണയുള്ളതുകൊണ്ടായിരിക്കും അവർ പിന്മാറിയത്. അതുകൊണ്ട് പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്.